മനുഷ്യൻ അറിയാത്ത നിലയിൽ പാപത്തിലേക്ക് മനുഷ്യൻ കലാശിച്ചു കൊണ്ട് നിൽക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ ഇന്നും അറിയാത്ത കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ ലഘു സന്ദേശത്തെ ശ്രവിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ലഘുചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം പ്രാരംഭമായി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിനയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു. ദൈവത്താൽ അശൂർ രാജാവിന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഈ 5-ാം വാക്യം വെളിപ്പെടുത്തുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം ന്യായവിധി നടത്തിയ ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട്. ദൈവം നോഹയുടെ കാലത്ത് ന്യായവിധിയെ അയച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ദൈവം സൊദോം ഗൊമോറയുടെ മേളിലേക്ക് ന്യായവിധി അയച്ചു. അത് വലിയ കാര്യം തന്നെയാണ്. മനുഷ്യനെല്ലാം ഇത് അറിഞ്ഞിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഈ രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അശൂർ രാജാവിന് സംഭവിച്ചത് ദൈവത്തെ അനുസരിക്കുന്നില്ല, അന്യ ദൈവങ്ങൾക്ക് സ്ഥാനം കൊടുത്ത്, ദൈവത്തിന് പുറകിൽ സ്ഥാനം കൊടുത്ത്, മറ്റുള്ളവർക്ക് മുൻപിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോയി. ദൈവത്തിന് അനിഷ്ടമായതുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ആ മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കാര്യം തന്നെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കോപം അദ്ദേഹത്തിൻ്റെ മേളിൽ ചൊരിയുവാൻ ഇടയായി. ആ വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ വലിയ കോപം തന്നെ അദ്ദേഹത്തിൻ്റെ മേളിലേക്ക് വിടുവാൻ പോകുകയാണ്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കോപം ക്ഷണത്തിൽ സംഭവിക്കുവാൻ പോകുന്നതാണ്. ഇവിടെ പ്രവാചകൻ പറയാണ്, ആദ്യത്തെ 39 അധ്യായങ്ങളിൽ ഇവിടെ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ 39 അധ്യായങ്ങൾ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ വരുവാൻ പോകുന്ന എല്ലാ രാജ്യങ്ങൾക്ക് മുകളിലും ന്യായവിധി നടക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 6-ാം വാക്യത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിശുദ്ധിയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ വിശുദ്ധിയുടെ ഒരു അടയാളവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുവാൻ പോകുന്നത്? ദൈവം അയക്കി കൊടുക്കുകയാണ്. അശുദ്ധമായ ഒരു ജാതിയുടെ മേളിലേക്ക് ഞാൻ അവനെ അയക്കുകയാണ്. ദൈവം കൊടുക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. മനുഷ്യൻ അറിയാത്ത നിലയിൽ പാപത്തിലേക്ക് മനുഷ്യൻ കലാശിച്ചു കൊണ്ട് നിൽക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ ഇന്നും അറിയാത്ത കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തെ പോലെ തന്നെ ഇന്നും മനുഷ്യൻ ആ നിലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്, ഞാൻ അശുദ്ധമായ ഒരു ജാതിയുടെ നേരെ അവനെ അയക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവൻ അഹങ്കാരത്തിൻ്റെ ബലത്തെയും അവൻ്റെ ഉന്നതഭാവത്തിൻ്റെ മഹിമയും ഞാൻ സന്ദർശിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അഹങ്കാരത്തിൻ്റെ രാജാവായിരുന്നു, ഉന്നത ഭാവത്തിൻ്റെ രാജാവായിരുന്നു. എന്നാൽ അതുപോലെയൊന്നും നമുക്ക് സംഭവിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടുകൊണ്ട് ന്യായവിധിക്ക് മുൻപിൽ നമ്മൾ മുട്ടുകുത്താൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ ആ നിലയിൽ നമുക്ക് ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടും.